മമ്മൂക്ക ഉറപ്പായിട്ട് ഇൻസ്പിറേഷനാണ്. കാരണം മമ്മൂക്കയാണ് എന്നെ സ്പോൺസർ ചെയ്തിട്ട് നാഷണൽ ഗോൾഡ് മെഡൽ വാങ്ങിച്ചത്. ഡെഫിനറ്റ്ലി ഞാൻ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞത്. മമ്മൂക്ക ഇല്ലെങ്കിൽ ഒന്നും എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. കാരണം അത്രയും നമുക്കൊരു എമൗണ്ട് എടുത്ത് പോകാനായിട്ട് ഐ എം നോട്ട് ദറ്റ് വലിയ അതിലേക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. ബിക്കോസ് ഐ ഹാവ് മൈ ഓൺ റെസ്പോൺസിബിലിറ്റി. പക്ഷെ മമ്മൂക്ക അതിനു വേണ്ടി എനിക്ക് ഹെൽപ്പ് ചെയ്തു. മമ്മൂക്ക എല്ലാവരെയും അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആവട്ടെ മനുഷ്യന്മാരല്ലേ, നമ്മളുടെ കൂടെയുള്ളവരെ പിടിച്ചു കയറ്റാൻ പറ്റട്ടെ. അതിനാണ് നമ്മൾ ഈ ലോകത്തിൽ വന്നിരിക്കുന്നത്. നമ്മളെല്ലാം കെട്ടി എന്താ പറയുക എല്ലാ. ഇത് ഋതു മന്ത്ര നമുക്ക് ഒരുപക്ഷെ പെട്ടെന്ന് പരിചയമില്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു വലിയ സംഗതി നമ്മുടെ ബിഗ് ബോസിലുള്ള അവരാണ്. ബിഗ് ബോസിൽ അത്ര ഭീകരമായിട്ട് ഒരു പെർഫോം ചെയ്യുകയും ചെയ്ത ഒരാളല്ല എങ്കിലും അവരുടെ സൗന്ദര്യം കൊണ്ടും അവരുടെ പെർഫോമൻസ് കൊണ്ടൊക്കെ ചില ആളുകൾക്കൊക്കെ അവർക്ക് അറിയാം എന്നുള്ളതാണ്. എനിക്കിത് ആദ്യം കിട്ടിയില്ല, പിന്നീട് എൻ്റെ പ്രിയ സുഹൃത്തിനോട് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഋതു മന്ത്ര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണെന്നുള്ള സംഗതി കിട്ടി. ഇവർക്ക് ഒരു നാഷണൽ ലെവലിൽ ഇവർ ഒരു അത്ലറ്റാണ്. ഈ ഒരു അത്ലറ്റിന്റെ ഭാഗമായിട്ട് ഇവർക്ക് പോകാൻ പൈസ ഇല്ലാത്ത സമയത്ത് ഇവര് മമ്മൂക്കയോട് ഇത് സംസാരിച്ചിരുന്നു. മമ്മൂക്കയാണ് ഇദ്ദേഹത്തിന് ഇവർക്ക് അതിനുവേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുത്തു എന്ന് പറയും. ഇതിലത്തെ താഴത്തുള്ള ചില കമന്റുകളൊക്കെ നിങ്ങളൊന്ന് വായിക്കണം കേട്ടോ. അതിലത്തെ ഒരു കമന്റ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് എന്ന രീതിയിൽ തന്നെ ഞാൻ ആ ഒരു കമന്റിനെ പറയും. കാരണം ആ കമന്റ് ഇങ്ങനെ ജാതി നോക്കാതെ മതം നോക്കാതെ എല്ലാവരെയും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു നാമം ഉള്ളതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയിട്ട് കിട്ടുന്നേ, അല്ലെങ്കിൽ സുഡാപ്പി എന്നുള്ള ഒരു ലേബലിൽ പലരും വിളിക്കുന്നേ എന്ന് ഒരു കമന്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ട്. വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം മമ്മൂട്ടി പക്ഷേ നിങ്ങൾ ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കുക, ഇങ്ങനത്തെ ഒരു സംഗതി അറിയുന്നുണ്ടായിരിക്കുക ആദ്യമായിട്ടായിരിക്കാം. മമ്മൂട്ടി ഇങ്ങനെ ഒരു അത്ലറ്റിന് വേണ്ടി സഹായിച്ചിരുന്നു എന്നുള്ള സംഗതി. ഇവരൊരു അത്ലറ്റ് ആണെന്നുള്ള കാര്യം പോലും ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു. ഞാൻ വിചാരിച്ചത് ഏതൊരു സിനിമാ നടി എന്നാളാണ്. എൻ്റെ തെറ്റാണ്, എൻ്റെ പ്രശ്നമാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു അത്ലറ്റിന് പണം കൊടുത്ത് സഹായിച്ചിരുന്നു, നിങ്ങൾ പോയിട്ട് അത് മത്സരിക്കുന്നു, നാഷണൽ ലെവലിൽ ഗോൾഡ് മെഡൽ വാങ്ങിച്ചിട്ടാണ് പിന്നീട് ഇവർ വന്നേ. ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനാണെങ്കിൽ ആരോട് പറയുന്നില്ല. അത് ഇതേവരെ തന്നെ പറയുന്നുണ്ട് തോന്നുന്നുണ്ട്. മമ്മൂക്ക ഇല്ലെങ്കിൽ എനിക്കത് കിട്ടില്ല. കാരണം അത്രയും വലിയ തുക ചെലവഴിക്കാൻ എൻ്റെ കയ്യിലില്ല, എനിക്ക് വേറെ കുറെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. സ്വാഭാവികമാണ്, കുടുംബം നോക്കേണ്ടി വരും, പല ചെലവുകളും ഉണ്ടായിരിക്കാം. അപ്പോൾ താൻ പോയിട്ട് ഇനിയിപ്പോൾ അത്ലറ്റ് മത്സരത്തിനാണോ പോകേണ്ടത് അതോ വീടാണോ നോക്കേണ്ടത് എന്നൊരു തോന്നല് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വരുന്ന സമയത്ത് ആളുകൾ ചിന്തിക്കുക, വീട് നോക്കാം, വീട്ടിലത്തെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം, അത്ലറ്റ് ഒഴിവാക്കാം എന്നായിരിക്കും. കാരണം അത് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ അങ്ങനെ പല സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. വളരെ പക്ഷെ ആ ഒരു സമയത്ത് സഹായിക്കാൻ തയ്യാറായി മമ്മൂക്ക എന്നാണ്. നമുക്ക് ആ വാക്കുകൾ പരിപൂർണമായിട്ട് ഒന്ന് കേട്ട് നോക്കാം. മമ്മൂക്ക ഉറപ്പായിട്ട് ഇൻസ്പിറേഷനാണ്. കാരണം മമ്മൂക്കയാണ് എന്നെ സ്പോൺസർ ചെയ്തിട്ട് നാഷണൽ ഗോൾഡ് മെഡൽ വാങ്ങിച്ചത്. ഡെഫിനറ്റ്ലി ഞാൻ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞത്. മമ്മൂക്ക ഇല്ലെങ്കിൽ ഒന്നും എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. കാരണം അത്രയും നമുക്കൊരു എമൗണ്ട് എടുത്ത് പോകാനായിട്ട് ഐ എം നോട്ട് ദറ്റ് വലിയ അതിലേക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. ബിക്കോസ് ഐ ഹാവ് മൈ ഓൺ റെസ്പോൺസിബിലിറ്റി. പക്ഷെ മമ്മൂക്ക അതിനു വേണ്ടി എനിക്ക് ഹെൽപ്പ് ചെയ്തു. മമ്മൂക്ക എല്ലാവരെയും അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആവട്ടെ മനുഷ്യന്മാരല്ലേ, നമ്മളുടെ കൂടെയുള്ളവരെ പിടിച്ചു കയറ്റാൻ പറ്റട്ടെ. അതിനാണ് നമ്മൾ ഈ ലോകത്തിൽ വന്നിരിക്കുന്നത്. നമ്മളെല്ലാം കെട്ടി എന്താ പറയുക എല്ലാം ഓവറോൾ ചെയ്ത് പോകാനല്ല, അല്ലെങ്കിൽ ഓവർ റൂൾ ചെയ്ത് പോകാനല്ല. നമ്മുടെ കൂടെയുള്ളവരെ സഹായിക്കുക. അത് മമ്മൂക്ക ചെയ്യുന്നുണ്ട്. എനിക്കും അങ്ങനെ ഒരു പൊസിഷനിൽ എത്തിയിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഗംഭീര വർത്താനം, വളരെ പക്വതയുള്ള വർത്താനം എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. നമ്മളിത് മറ്റുള്ളവരെ സഹായിക്കേണ്ടതല്ലേ, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയേണ്ടതല്ലേ, മമ്മൂക്കയെ പോലെ എല്ലാവരും ആവേണ്ടതല്ലേ. ഒപ്പം കൂടി അവർ പറയുന്നത് എന്നെ സഹായിച്ചതുപോലെ ഞാൻ അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് എത്തി, എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയട്ടെ എന്നാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. വളരെ എന്തൊക്കെ പ്രാർത്ഥനയാണെങ്കിലും മോഹമാണെങ്കിലും ആഗ്രഹങ്ങളാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അങ്ങനെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയിപ്പിക്കുന്ന രീതിയിൽ ഈ പെൺകുട്ടിയുടെ കൂടി സ്വഭാവത്തെ മാറ്റുന്നത് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ കൂടിയാണ്. നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അതങ്ങനെയാണ്. ആ ചങ്ങാതി നമ്മൾ ഈ പഴയമ്മക്കാരൊക്കെ പറയുന്ന പോലെ ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയാൻ പാടില്ല എന്ന് പറയുന്ന പോലെയാണ്. ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയാറില്ല മമ്മൂക്ക ചെയ്യുന്ന കാര്യങ്ങൾ. അത് ഒരുപക്ഷെ ഈ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ മലയാളികൾ ഇത് അറിയുകയില്ല എന്നുള്ളതാണ്. അതാണ് മമ്മൂക്ക. നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്. ബൈ.